ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഈവനിങ് വ്ളോഗ് കാണാവേ. അപ്പോൾ എനിക്ക് ഒരു കട്ടൻ ചായ കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു കട്ടനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് സൈഡിൽ. ബാക്കി കറിക്ക് ആവശ്യമുള്ള ഉള്ളിയും പച്ചമുളകും സാധനങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചായ കുടിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ കുറേ നാളായിട്ട് ചായ കുടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചായയൊക്കെ ഞാൻ ഒഴിവാക്കിയേക്കണായിരുന്നേ. പക്ഷേ എന്തോ ചായ കുടിക്കണമെന്ന് അങ്ങനെ തോന്നിയപ്പോഴേക്കും ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചേട്ടാ. അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് കറി വെക്കാനുള്ളത് കേരയാണ് കേട്ടോ. കേരമീനും അതുപോലെ തന്നെ കൊയ്പ്പച്ചീരയില്ലേ, കൊയ്പ്പച്ചീരയാണ് കേട്ടോ. അപ്പം ഞാനൊരു തക്കാളിയൊക്കെ ഇങ്ങനെ അടിച്ചെടുത്ത് കേട്ടോ, ഒരു ടൊമാറ്റോ പ്യൂരി പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കേര കറിയിലൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ അതേ കൊയ്പ്പച്ചീര, പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു, കുറച്ച് ചെമ്മീൻ നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും സാധനങ്ങളൊക്കെ എല്ലാം സെറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളി അരച്ചിട്ട ആ ഒരു കേരക്കറിയുടെ റെസിപ്പി എനിക്ക് കിട്ടിയത് ഞങ്ങളുടെ അമ്മച്ചിയുടെ അടുത്ത് നിന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ മദറിലോ ഭയങ്കര അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അമ്മച്ചിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ തക്കാളി പ്യൂരി ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല കുറുകി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേരക്കറി. അപ്പോൾ ഞാൻ വേഗം തന്നെ ചെന്നിട്ട് അടുക്കള വാതിലൊക്കെ ഒന്ന് അടച്ചിട്ട് കേട്ടോ, കാരണം കൊതുക് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കേര ഞാൻ ആദ്യമേ തന്നെ ആദ്യം തിളപ്പിക്കും, പുളിയൊക്കെ ഇട്ടിട്ട്. പുളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കേര നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിറങ്ങും കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ തിളപ്പിച്ചെടുത്തപ്പോഴേക്കും ഇച്ചിരി കൂടുതൽ വെന്ത് പോയി ആ സാധനം, അതായത് മീൻ. അപ്പം എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കാം. പിന്നെ ആണെങ്കിൽ ഒരു കുപ്പി വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനാണെങ്കിൽ ഒരു അടപ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ അകത്ത് വേറൊരു അടപ്പ്. പിന്നെ ഒരു കണക്കിന് ഞാനത് കുത്തി തുറന്നൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ആ ഒരു രണ്ടാമത്തെ അടപ്പ് ഞാൻ മാറ്റി വെച്ചത്, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ കറിയിലേക്ക് വേണ്ട ഇടാനുള്ള പൊടികൾ സാധനങ്ങളെല്ലാം ഞാൻ മേളിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് എടുത്ത് വെക്കണേ കേട്ടോ. എടുക്കാനുള്ള എളുപ്പത്തിനെല്ലാം എടുത്ത് അരികത്ത് വെക്കണേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ബബിക്കുട്ടൻ വന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓടും. അതാണ് അവൻ്റെ മെയിൻ പണി. അടുക്കളയിലോട്ട് എന്തെങ്കിലും വെറുതെ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും അവിടെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും എടുത്തുകൊണ്ട് ഓടും. അപ്പോൾ നമ്മൾ അവൻ്റെ പുറകെ ഓടുമല്ലോ, അത് അവനൊരു രസം അങ്ങനെ. അപ്പോൾ ഞാനതൊക്കെ എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം വേഗം തന്നെ കറി വെക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവേണ്ട പൊട്ടിക്കണത്. പിന്നെ ഉലുവയൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളകും കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കേരക്കറി ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ കേരക്കറി വെക്കണമെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നേ. അപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു റെസിപ്പിയിലേ വെച്ചിട്ടുള്ളൂ, എപ്പോഴും ഇങ്ങനെ വെക്കുള്ളൂ. പിന്നെ എനിക്ക് ഇന്നാണെങ്കിൽ ഒരു തക്കാളി ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും 2 തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമേ. അപ്പോഴത്തേനും ഞാൻ ആ ഒരു വഴണ്ട് വന്ന ഉള്ളിയും പച്ചമുളകിലോട്ടൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കേരക്കറിക്കൊക്കെ എരിവ് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. എരിവുള്ള കേരക്കറി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്നാലും നിങ്ങൾ ആവശ്യത്തിനുള്ളത് ഇട്ടാൽ മതി. ഞാനൊരു ഒരു മീഡിയം ഇതിലിട്ടിട്ടുള്ളൂ. ഇത്ര എരിവ് നമുക്ക് കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാനുണ്ട്, അതുപോലെ കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കളർ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ അടിച്ച് വെച്ചേക്കുന്ന തക്കാളി ഇല്ലേ, അതിൻ്റെ ആ ഒരു പ്യൂരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഇങ്ങനൊരു പരുവായിരിക്കുമ്പോഴേക്കുമാണ് അത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇന്നെനിക്ക് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഒറ്റൊരു തക്കാളി ഉണ്ടായുള്ളേ, അതുകൊണ്ടിട്ടാണ് അത്രയും. പക്ഷേ 2 തക്കാളിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എന്നാലും എനിക്ക് എൻ്റെ കയ്യിൽ അധികം മീനും ഉണ്ടായിരുന്നില്ല, കുറച്ച് മീനുകൾ. അപ്പോൾ അത് ഒരു തക്കാളി മതി, ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് മീനൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും അങ്ങനെ ഒരുപാടിട്ട് തിളപ്പിച്ച് പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മുടെ മീൻ ഓൾറെഡി വെന്തിരിക്കണതാണ് അവിടെ. ഞാൻ ആദ്യമേ തന്നെ അത് തിളപ്പിച്ച് വെച്ചേക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ഇതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഓൾറെഡി അതിന് ഉപ്പും പുളിയൊക്കെ പിടിച്ചിരിക്കുന്ന മീനാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചും കൂടി എടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറി സെറ്റാകുമേ. ഈ മീൻ ഒത്തിരി വെന്ത് പോയായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതെ, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. പക്ഷേ ഈ കറി അടിപൊളിയായിരുന്നു കേട്ടോ. കറി അങ്ങനെ വെന്ത് പോയെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കറി നല്ല ടേസ്റ്റായിരുന്നേ. എനിക്കിതിൻ്റെ ചാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, കാരണം ആ തക്കാളിയുടെ ആ ഒരു ചെറിയൊരു പുളിയും അത് അടിപൊളിയാണേ. ലാസ്റ്റ് ഞാനൊരു എന്താ പറയുക, ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ അത് മാറ്റി വെച്ചേ, അങ്ങനെ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ലേ. അടുത്തതാണ് നമ്മുടെ കൊയ്പ്പച്ചീര. ഇവിടെ കൊയ്പ്പച്ചീര എന്ന് പറയും, കൊഴുപ്പയെന്ന് പറയും,
അങ്ങനെ പല പല പേരുകൾ പറയും കേട്ടോ. കൊയ്പ്പച്ചീര എന്നാണ് ഞാൻ കേട്ടേക്കണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കണം നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ഭയങ്കരമായിട്ട് ഇത് കിട്ടുമായിരുന്നു. ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ നിറയെ ഇങ്ങനെ പിടിച്ചിരിക്കണം കാണാം നേരത്തെ. അതായത് ഞങ്ങൾ എൻ്റെ ഡെലിവറീസ് കഴിഞ്ഞ സമയത്ത് ഞങ്ങളൊരു വീടെടുത്തിട്ടുണ്ടായിരുന്നേ. ആ വീടിൻ്റെ മുറ്റത്ത് വരെ ഉണ്ടാവുമായിരുന്നു ഈ സാധനം. അപ്പോൾ വേറെ അമ്മായിമാരൊക്കെ വന്നിട്ട് അത് പറിച്ചുകൊണ്ടൊക്കെ പോകുമായിരുന്നു കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്കവിടെ നല്ല അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഇത്. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പിന്നെ ഇവിടെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴത്തേനും ഞങ്ങൾ ഒരു ദിവസം അരൂർ പോയപ്പോഴേക്കുമാണ് ഇത് ഇങ്ങനെ ഒരു കെട്ടിന് 30 രൂപ. അപ്പോൾ ഇച്ചാന് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മേടിച്ചതാണ് കേട്ടോ. പക്ഷേ കർക്കിടക മാസമൊന്നും അല്ലായിരുന്നു, കർക്കിടക മാസമൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പം. എന്നാലും കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഗുണമാണ് ആ സമയത്ത് കഴിക്കണമെന്നൊക്കെയാണ് പറയണത്, അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇച്ചിരി കടുകും ഇത്തിരി പെരിഞ്ചീരകം പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടുവേ, നല്ലതായിരിക്കും കേട്ടോ. പിന്നെ സവാളയൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യണ പോലെ തന്നെ സവാളയും പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ട് വഴറ്റി നന്നായിട്ടത് എന്താ പറയുക സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ചീര വെക്കണ പോലെ തന്നെ ചെയ്ത് വെച്ചാൽ മതി. വേറെ അഡീഷണൽ ആയിട്ടൊന്നും ഇതിൽ ചെയ്യാനില്ല കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റും ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കുറേ ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അത് കുക്കായി വന്നപ്പോഴത്തേക്കും കുറേ കുറഞ്ഞ് അത് നന്നായിട്ട് വാടിപ്പോവുമല്ലോ. എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങയും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടിയൊക്കെ തോന്നിക്കും. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു, എല്ലാവരും ഒരുപാട് കഴിച്ച്. ശരിക്കും നല്ലതാണല്ലോ ഈ ഇലക്കറികളൊക്കെ കഴിക്കണം. അപ്പം അങ്ങനെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ച് നോക്കണം കേട്ടോ, അടിപൊളിയാണേ. അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ പച്ചമുളക് ഇട്ടേക്കണോണ്ട് അങ്ങനെ ഇത് നമ്മുടെ മുളക് പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പൊതുവേ പച്ചക്കറികളിൽ മുളക് പൊടി ഇടൽ കുറവാണ്, കുറച്ചൊക്കെ ഇടും, അത്രേ ഉള്ളൂ. ഇതിലിട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചീരയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഇത് അരിഞ്ഞ് വരുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നുമെങ്കിലും വാടി വരുമ്പോൾ കുറച്ചായിട്ട് കുറഞ്ഞു പോവും, എന്തൊക്കെയാണ് പറയണേ. അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയൊക്കെ എടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്കൊരു കയ്പ്പ് പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തണ്ട് നമ്മൾ ജസ്റ്റ് എന്താ പറയുക, കുറച്ച് വലിയ തണ്ടാണെങ്കിൽ തണ്ടെടുക്കേണ്ട ആവശ്യമില്ലേ. ഇത് നമ്മൾ തണ്ടും ഒക്കെ എല്ലാം അരിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അത് കാരണം എനിക്ക് പെട്ടെന്നൊരു കയ്പ്പ് പോലെ ഫീൽ ചെയ്തെങ്കിലും കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വാടി അടിപൊളിയായി കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു കയ്പ്പേ ഇല്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വന്നു, തേങ്ങയൊക്കെ ഇട്ടപ്പോഴത്തേനും സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊയ്പ്പച്ചീര നിങ്ങളുടെ അവിടെയൊക്കെ എന്താ ഇതിന് പേര് പറയണതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ കൊയ്പ്പച്ചീരയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് സമയം എടുക്കുമേ. പിന്നെ ഈ ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചട്ടിയിൽ എന്ത് വെച്ചാലും കരിഞ്ഞു പോകാറുണ്ട്. പക്ഷെ ഇത് വെച്ചപ്പോഴൊക്കെ അങ്ങനെ കരിഞ്ഞൊന്നും പോയില്ല കേട്ടോ. നമ്മളങ്ങനെ അത്ര ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷെ മിക്കപ്പോഴും ഇത് ഈ ഒരു ചട്ടിയിൽ ഞാൻ എന്ത് വെച്ചാലും കരിഞ്ഞു. അതാണ് ആ ചട്ടിയുടെ ചുറ്റും ഒരു കളറൊക്കെ എപ്പോഴും കരിഞ്ഞു പോകും. പക്ഷേ ഇതത്ര അങ്ങോട്ട് കരിഞ്ഞൊന്നും പോയൊന്നുമില്ല കേട്ടോ, അടിപൊളിയായിട്ടൊക്കെ തന്നെ. പക്ഷേ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുക പോലെയൊക്കെ വരും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് ഈ ചട്ടിക്ക്. പക്ഷേ ഇത് വെച്ചപ്പോൾ അങ്ങനെ അത്ര വലിയ കുഴപ്പമുണ്ടായില്ല. ആദ്യത്തെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ. ഫൈനലല്ല, നമ്മൾ തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ഇത്രയും ഇങ്ങനെ വാടി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ. ഇതിനിപ്പോൾ ഒരു പച്ചമുളകിൻ്റെ എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും മീൻകറി ഉണ്ടെങ്കിൽ പോലും ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതായത് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ നമുക്കൊക്കെ ഒരു കറിയൊക്കെ ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും ഒരു കറി. പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം എന്താ പറയുക, ദൈവം സഹായിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ട്. എന്താ പറയുക, ഒരു കറിയല്ല, 2 കറിയല്ല, 3 കറിയല്ല, അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചെറുപ്പത്തിലേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റൊരു കറിയേ ഉണ്ടാവുള്ളൂ. എന്താ പറയുക, ഞങ്ങളുടെ വീട്ടിൽ മെയിനായിട്ട് ഉണ്ടാവുന്ന കറിയാണ് ഒന്നെങ്കിൽ പരിപ്പ് കറി, അല്ലെങ്കിൽ പിന്നെ മുട്ടയും തക്കാളിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കറി,
പിന്നെന്താ അല്ലെങ്കിൽ പിന്നെ തക്കാളിക്കറി അങ്ങനെയൊക്കെ ആയിരിക്കട്ടെ. അപ്പം ഒറ്റ ഒരു കറിയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, കാലം മാറി. പിന്നെന്താ പറയുക, നമ്മുടെ ഒരു ജീവിത സാഹചര്യമൊക്കെ ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെട്ടപ്പോഴേക്കും ഓക്കെ ആയിട്ട് നമുക്കിപ്പോൾ എന്താ പറയുക, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളൊരു മീൻകറിയൊക്കെ കഴിക്കണമെങ്കിൽ മീൻകറിയുടെ കൂട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ നോൺ വെജിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പച്ചക്കറിയും കൂടിയൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഞാനങ്ങനെ കഴിക്കുന്നുണ്ട്. എന്നെ കണ്ടാലറിയാമല്ലോ, ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു പച്ചക്കറികൾ ഉറപ്പായിട്ടും, ഇലക്കറികളൊക്കെ ആണെങ്കിലും കൂടുതലായിട്ടും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിനി ചെമ്മീനും കൂടി പൊരിക്കാനുണ്ട്. ചെമ്മീനും കൂടി പൊരിച്ച് കഴിയുമ്പോഴത്തേനും പണിയൊക്കെ കഴിയുമേ. അങ്ങനെ പാനെടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഈ ചെമ്മീനൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ ചെമ്മീനും ഒറ്റയടിക്ക് തന്നെ അങ്ങോട്ട് ഫ്രൈ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒറ്റയടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും സവാളയൊക്കെ ഒന്ന് വഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോൾ സംഭവം റെഡി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊഴുപ്പച്ചീരയൊക്കെ സെറ്റായി കേട്ടോ, റെഡിയായി. ഫൈനൽ ടച്ചപ്പാണ് ഞാൻ ചെയ്യണത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ചെമ്മീൻ ഫ്രൈ ആണെങ്കിൽ ഇരട്ടിപ്പണി ചെയ്തതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചിലരങ്ങനെ ചെയ്യുമായിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇണക്കം പോലെ ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാമല്ലോ. ഞാനാണെങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി, പിന്നെ അത് വെച്ചൊരു സവാള അരിഞ്ഞെടുത്ത് അത് വഴറ്റി അതിലേക്ക് വീണ്ടും ഈ ചെമ്മീൻ കൊട്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നിയത്, അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ ചെമ്മീനിലേക്ക് തന്നെ സവാള ഇട്ട് അങ്ങോട്ട് വഴിച്ചെടുത്താലും മതി എന്നങ്ങനെ തോന്നിപ്പോയേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇണക്കം പോലെ നമുക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പം അങ്ങനെ ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ബബിക്കുട്ടൻ ചോറ് കഴിക്കും കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മീൻ വറുത്തതോ ചെമ്മീൻ വറുത്തതോ അങ്ങനെയൊക്കെ മുട്ട പൊരിച്ചതോ ഒക്കെ ആണെങ്കിൽ പുള്ളിക്ക് ചോറ് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷേ പച്ചക്കറിയും കൊണ്ടൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തുപ്പിക്കളയൊക്കെ ചെയ്യുവേ. എന്നാലും ഞാൻ കഴിപ്പിക്കാതിരിക്കത്തില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കുത്തിക്കയറ്റിയൊക്കെ കഴിപ്പിക്കും. പക്ഷേ അവൻ ഇഷ്ടപ്പെടാത്തയാണെങ്കിൽ തുപ്പിക്കളയും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കഞ്ഞി ഇഷ്ടമായതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷൻ കഞ്ഞിയാണ്. അപ്പോൾ ഞാൻ ഒന്നും കഴിക്കണില്ലെന്ന് കാണുകയാണെങ്കിൽ പിന്നെ ഞാൻ കഞ്ഞിയായിട്ട് എടുത്തേണ്ടി വരും. അങ്ങനെ ഞാൻ അവനെ കൊണ്ട് കഴിപ്പിക്കും കേട്ടോ. പക്ഷെ എന്നാലും കഴിക്കാനായിട്ട് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. അപ്പോൾ അങ്ങനെ ഞാൻ അവനും നേരത്തെ തന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ഫ്രൈ ഒക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും തന്നെ അവനും ഫുഡൊക്കെ കൊടുത്ത് ഹാപ്പിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ ഇടയ്ക്ക് ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചരിഞ്ഞരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. കാരണം ഞാനൊരു ട്രൈപോഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നല്ല അടിപൊളി ട്രൈപോഡാണ്. അത് ചെറുതായതുകൊണ്ടിട്ട് ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതെടുത്തത്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള വേറൊരു ട്രൈപോഡിലാണ് കേട്ടോ. അതാണെങ്കിൽ കിടന്ന് ആടിക്കളിക്കണമായിരുന്നു. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്താ പറയുക, 100-500 രൂപ കൊടുത്ത് വാങ്ങിച്ച റിംഗ് ലൈറ്റും സ്റ്റാൻഡുമാണ് കേട്ടോ. പക്ഷെ അത് ഭയങ്കര മോശമായിരുന്നേ. ഒരു കണക്കിന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കിയത് കെട്ടിയൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റ് നല്ല ചൂട് ചോറും കേരക്കറിയും കൊയ്പ്പച്ചീരയും ചെമ്മീൻ പൊരിച്ചൊക്കെ കൂട്ടി ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയല്ലേ. സത്യം പറഞ്ഞാൽ നല്ല സന്തോഷത്തോടു കൂടി കുക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി തന്നെ കഴിക്കാൻ വേണ്ടിയും പറ്റും കേട്ടോ. എന്താ പറയുക, നമ്മളന്നങ്ങനെ നേരത്തെ ഫുഡ് കഴിച്ച് എല്ലാവരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചൺ വ്ളോഗ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാവേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണം, മടി കാണിക്കരുത്. ഇനിയും ഞാൻ ഇങ്ങനത്തെ വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.